നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക്, പിന്നെ 2 മാഗിയുടെ സ്റ്റോക്ക്. അത് ചിക്കൻ സ്റ്റോക്ക്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്കിനേക്കാളും നല്ലത് അല്ലാദിയുടെ ചിക്കൻ സ്റ്റോക്ക് കേട്ടോ. ഇപ്പോൾ എനിക്ക് അല്ലാദിയുടെ കിട്ടിയില്ല, അതുകൊണ്ട് മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് വാങ്ങിച്ചു. പിന്നെ കുറച്ച് കളർ, ഇത് നമ്മൾ റെഡ് കളർ ഇത് കലക്കി വെച്ചിട്ടുണ്ടോ. അത്യാവശ്യമാണ് റെഡ് കളർ. പിന്നെ നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കണമല്ലോ. ഓക്കെ, ഇത് ചിക്കൻ നമ്മൾ നല്ലതായിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. ചിക്കൻ കഴുകി വെച്ചേക്കും. നമുക്ക് ഇതിനകത്തോട്ട് ഈ മസാല ഐറ്റംസൊക്കെ ചേർക്കാം. ചിക്കൻ സ്റ്റോക്ക് ഇടണം. ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കണം. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പ് ചിക്കൻ സ്റ്റോക്ക് ഇടുമ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ചിക്കൻ സ്റ്റോക്ക് ഉപ്പ് കുറച്ചിടാം. എന്നിട്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടാൽ മതി, നോക്കിയിട്ടിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നത് എല്ലാം ഇത്തിരി ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് മുളക് പൊടി, എല്ലാം ലേശം ലേശം മതി. ഇനി കുറച്ച് ഗരം മസാല പൊടിക്കും. പിന്നെ നമ്മൾ നേരത്തെ ഇല്ല കളർ കലക്കി വെച്ചില്ലേ, ആ കുറച്ച് കളറും കൂടെ ഇതിനകത്ത് വയ്ക്കണം. എന്നിട്ട് ഇത് നല്ലതായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല എല്ലാം ഇതിനകത്ത് പിടിക്കണമല്ലോ. സൂപ്പറായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തെല്ലാം കത്തി കൊണ്ട് ഇങ്ങനെ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കട്ടോ. ഒരു നമുക്കിത് പിടിക്കണ്ടേ, മസാല ചിക്കനകത്തോട്ട് പിടിക്കണം. ചെറിയ ചെറിയ ഹോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. എനിക്ക് ഓരോരുത്തർ ഇഷ്ടത്തിന് ഇങ്ങനെ പിഴിഞ്ഞ് വയ്ക്കാം. അത് മെയിനായിട്ട് ചേർക്കേണ്ട സാധനം കുറച്ച് ഓയിലാണ്. ഓയിൽ ഇത്തിരി തോനെ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ മസ്റ്റായിരിക്കും. ഓയിലൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. കണ്ടോ, നിരത്തി വെക്കണം. മിക്സാക്കി നിരത്തി വെക്കണം. അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടണം കേട്ടോ. ജസ്റ്റ് ആദ്യം ഒന്ന് ഇച്ചിരി കൂട്ടി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ കിടന്നത് വേവണം. അടച്ച് വേവിക്കാം. ഇനി നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വെക്കാനായിട്ട് ഇവിടെ വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല തിളച്ചുള്ള വെള്ളം വയ്ക്കും. ഭയങ്കര ചൂടായിട്ട് ഇവിടെ, ഭയങ്കര ചൂട്. നിങ്ങൾക്ക് കുറച്ച് വെള്ളം വെച്ച് കുറച്ച് പട്ട ഇട്ട് കൊടുക്കുക, കുറച്ച് ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചെടുക്കുക. ചിക്കൻ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ചിക്കൻ ആ ഫ്ലെയിമിൽ കിടന്നിങ്ങനെ വേവും. അതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. വേവിച്ചെടുക്കണം. ഇടയ്ക്കൂടെ തിരിച്ചിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അരി കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് ഇതിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ അരിയൊക്കെ നിങ്ങളുടെയൊക്കെ ആവശ്യത്തിന് ഓരോരുത്തർക്ക് എത്ര അരി വേണ്ട അത്രയും അരി ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു 3/4 വേവ് എടുത്താൽ മതി കേട്ടോ. 3/4 വേവ് എടുത്താൽ മതി, മൊത്തം വേവണ്ട. 3/4 വേവ്. നമ്മൾ ചിക്കൻ എന്തായാലും നോക്കാം. ചിക്കൻ വെന്തിട്ടുണ്ട്. ചിക്കൻ വന്നിട്ടേ നമുക്കിതിൻ്റെ ഈ ചിക്കൻ ഇതിനകത്തിട്ടിട്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടല്ലോ, ഇത് മാത്രം നമ്മൾ ഊറ്റിയെടുത്ത് വെക്കണം. ഈ വെള്ളം നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ വെള്ളം നമ്മൾ ഊറ്റിയെടുത്ത് വെക്കണം. മന്തിയുടെ മെയിൻ കട്ടാൻ തൈര് ഇതിനകത്ത് വെള്ളം ഇത് നമ്മൾ ഊറ്റിയെടുത്ത് വെക്കണം. ഈ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കാമേ. വെള്ളം നമുക്ക് കോരി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതിൻ്റെ സൗകര്യം പോലെ കോരി എടുക്കാം. നമുക്ക് ദം ചെയ്തെടുക്കാം. ചിക്കനകത്തോട്ട് ചോറിട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം. നല്ലതായിട്ട് ചോറ് മൊത്തം സ്പ്രെഡ് ആയതിനു ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ
നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ചിക്കൻ്റെ ഗ്രേവി കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അതിനകത്തോട്ട് കുറച്ച് റെഡ് കളർ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടി അതിനകത്ത് ഒഴിച്ച് പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന ഗ്രേവിയും റെഡ് കളറും യെല്ലോ കളറും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. നമ്മുടെ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് ചോറും കുറച്ച് മാറ്റിയിട്ട് ചിക്കൻ കോരി എടുത്ത് മാറ്റി പൊടിയുക. അപ്പോൾ ഈ ചിക്കൻ മന്തിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.